എന്തെങ്കിലും ഒരു തീരുമാനമാവണല്ലോ ഇപ്പൊ ഈ ഒരു ഉം. വിഷയത്തില്. അർജുന്റെ ഇതിങ്ങനെ കുടുംബം നീണ്ടു പറയാൻ വെച്ചത് DNA പരിശോധന നടത്തണം എന്ന് പറയുന്നുണ്ട്. അത് അവരെ ഇത് സാമ്പിൾ എടുത്തിക്കണല്ലോ. ഉം, ഉം. ഇനി എടുക്കേണ്ടി വന്നാൽ ഓരോ ബ്രദർ വരാൻ തയ്യാറുമാണ്. മനാഫ ഇപ്പൊ ഒരു മൃതശരീരം കിട്ടിയെന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. താങ്കൾ അറിഞ്ഞാണ് വിവരം? അതെ 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 പക്ഷെ അതെ. അവിടെ കിട്ടിയ വിവരം എന്താണ് താങ്കൾക്ക് ലഭിച്ച വിവരങ്ങൾ? അതൊരു ആണിന്റെ മൃതദേഹമാണ്, ഇങ്ങനെ കടലിൽ ഒഴുകുകയാണെന്നുള്ളതാണ് കിട്ടിയ വിവരം. അപ്പൊ അപ്പം ഇത് അർജുന്റെ ആണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റും നമുക്കിപ്പോ അത് ചെന്നാലും? ഹലോ, ജീർണിച്ച അവസ്ഥയിലാണത് കിട്ടിയതാണ് ഇപ്പൊ കിട്ടുന്ന വിവരം. പൂർണ്ണമായും ജീർണിച്ചെന്ന് എനിക്ക് കിട്ടിയത് അത്രമാത്രം പഴക്കമുണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ്. അപ്പൊ ഇത്രയും ദിവസം കഴിഞ്ഞിരിക്കുകയാണ് അർജുന് കാണാതായിട്ട്. ആഹാ, അതെ. മനാഫ് വന്നിട്ട് പോവുകയാണോ അതോ എവിടെയാണ് മനാഫ്? ഞാൻ ഇറങ്ങാൻ പോവാ. ഇറങ്ങാൻ പോവുകയാണല്ലേ? അപ്പൊ അവിടെ ഇപ്പൊ ഈശ്വർ മാൽപ്പയും സംഘം 3:30 കടലിലോട്ട് എത്തും എന്നാണ് പറയുന്നത്. അതെ, ഇത് കടൽ കൂടിയാണ് പോണ്ടിയത്. അപ്പൊ അവർക്ക് 1.5 മണിക്കൂർ ടൈം വേണം. 60 കിലോമീറ്റർ പരിധിയിലാണെന്നാണ് കിട്ടിയ വിവരം. അതായത് കടലിന് ഉള്ളിലോട്ടാണോ അത് ചെല്ലേണ്ടത്? കൃത്യമായിട്ട് ഇന്നെ വിളിച്ച ആളെ ഞാൻ ഈശ്വർ മാൽപ്പയ്ക്ക് കണക്ട് ചെയ്ത് കൊടുത്തിക്കണ്. ഇന്നാണ് ആദ്യം വിളിച്ചത്. ആ വിളിച്ച ആളെ ഞാൻ ഈശ്വർ മാൽപ്പയ്ക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഇന്നെ വിളിച്ച ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യം പോലീസിനെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മൃതദേഹം തൊടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്കളെ വിളിച്ച ആളാരാണ്? മത്സ്യത്തൊഴിലാളിയാണ്. അപ്പൊ ഈ കടലില് ഈ മീൻ പിടിക്കാൻ പോയ ആളുകളാണ് ഈ ഒരു മൃതശരീരം കണ്ടു എന്ന് പറയുന്നത്. അതെ അതെ. അതിൽ കാലില് ഒരു മീൻ വലയം ഉണ്ടെന്ന് പറയുന്നുണ്ട് അവര്. അതെ, ശരി. അപ്പൊ താങ്കൾക്ക് എന്താ തോന്നുന്നത്, അർജുൻ ആയിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടോ? അത് ആയാ മതിയേനെ. അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനമാവണല്ലോ ഇപ്പൊ ഈ ഒരു വിഷയത്തില്. അർജുന്റെ കുടുംബം പറയാൻ വെച്ചത് DNA പരിശോധന നടത്തണം എന്ന് പറയുന്നുണ്ട്. അത് അവരെ ഇത് സാമ്പിൾ എടുത്തിക്കണല്ലോ. ഇനി എടുക്കേണ്ടി വന്നാൽ ഓരോ ബ്രദർ വരാൻ തയ്യാറുമാണ്. ഓക്കെ. മറ്റൊരു ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ മൃതശരീരം കരയിൽ എത്തിക്കുകയാണെങ്കിൽ അർജുന്റെ കുടുംബത്തിന് എന്താ ഫോട്ടോ അയച്ചു കൊടുത്ത് ക്ലാരിഫൈ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ കർണാടക പോലീസ് ഒരു മറുപടി ഇപ്പൊ പറയുന്നില്ല മാധ്യമങ്ങളോട്. അവരാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ചെയ്യേണ്ടത്. അപ്പം ഇപ്പൊ നമ്മളെ കയ്യില് ഹൈക്കോടതി ഓർഡർ കൈ കിട്ടിക്കണെന്ന്. നമ്മളിപ്പോ ആ ഹൈക്കോടതി ഓർഡറിൽ പറഞ്ഞത് തെരച്ചിൽ തുടരണം തന്നെയാണ് കർണാടക ഹൈക്കോടതി പറഞ്ഞത്. ഈ തെരച്ചിൽ തുടരണം എന്ന് പറയും പിറ്റേ ദിവസം തന്നെയാണ് ഈ മൃതശരീരം കിട്ടുന്നത്. അതെ അതെ, കിട്ടിയത്. ഇപ്പൊ കർണാടക പോലീസാണ് ഇതിൽ ഇനി മുൻകൂട്ടി കുറച്ചുകൂടി എന്താണ് ഈ നിയമ നടപടി സ്പീഡിലാക്കേണ്ടത്. പിന്നെ കർണാടക പോലീസിന്റെ ഇതറിയാലോ നിങ്ങൾക്ക്. അപ്പം എത്രയും പെട്ടെന്ന് ഇതിന്റെ ഒരു തീരുമാനം, മൊത്തത്തിലൊരു തീരുമാനമാവണം. അതെ. കാരണം ഇപ്പൊ ഈശ്വര മാൽപ്പയെ തന്നെ മിനിഞ്ഞാന്ന് ഈ ഇതിന് ഇറങ്ങാൻ ചെന്നപ്പോഴും കർണാടക പോലീസ് പറഞ്ഞ് ഇറങ്ങേണ്ട തിരിച്ചുവിടാൻ ശ്രമിച്ചു. അതെ അതെ, ഓരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിന്. ഇപ്പൊ കർണാടക പോലീസ് ഒരു വ്യക്തമായ നടപടി ഇതിൽ വേണം എന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, ഇപ്പൊ ഇന്നൊക്കെ പുഴയില് തീരെ വെള്ളമില്ല. വെള്ളം വളരെ കുറവാണ്. അതായത് ഈ ലോറി വീണ സ്പോട്ടിന് എത്ര കിലോമീറ്റർ ഉണ്ട് ഇത് ഈ കടൽ എന്ന് പറയുന്നത്? 60 കിലോമീറ്റർ ഉണ്ട്. കടല് അവിടുന്ന് 12 കിലോമീറ്ററിന്റെ ഉള്ളിൽ കടലാ. അല്ല, ഈ ബോഡി നിൽക്കുന്നത് ഇപ്പൊ ഏകദേശം ഒരു 60 കിലോമീറ്റർ പറയാനേ പറ്റുള്ളൂ. അപ്പം ബോട്ട് വഴിയാണ് ഈശ്വർ മൽപ്പ പോയത്. അതെ. അപ്പൊ ഒരു 1.5 മണിക്കൂർ ടൈം എടുക്കും. അതായത് ഇപ്പൊ ഈ കടലിലെ മത്സ്യത്തൊഴിലാളികൾ താങ്കളെ വിളിച്ചത്. അതെ. ഓക്കെ, ശരി മനാഫ്. ഓക്കെ.